ശ്രീ പി വി നാരായണൻ, ഡോക്ടർ കെ മണി, സി വി ഗോവിന്ദൻ, സുരജ നന്ദൻ, സൂരജ്, ശ്രേയ, വൈഷ്ണവി, ആര്യാശങ്കർ, ശൂലപാണി, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സ്നേഹം. ഈ സന്ദർഭത്തിൽ കോവിഡ് വ്യാപനത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് അധികം ആളുകൾ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ഇത്രയെങ്കിലും ആളുകൾ എത്തിയത് വളരെ സന്തോഷം. തീർച്ചയായും മഹാകവി വ്യക്തിത്വം ഈ വള്ളത്തോൾ വിദ്യാപീഠത്തിൻ്റെയും ആത്മചൈതന്യമായിരുന്നു. വിദ്യാപീഠത്തിൻ്റെയും എന്ന് പറയാൻ കാരണം മലയാള കവിതയുടെ, മലയാള സാഹിത്യത്തിൻ്റെ ആത്മചൈതന്യമാണ്. വിദ്യാപീഠത്തിനും അത് തന്നെ. ഇത് വള്ളത്തോൾ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത കാലം മുതൽ 1977 ജന്മശതാബ്ദി വള്ളത്തോളിൻ്റെ ഉണ്ടായ കാലത്താണ്. അന്ന് മുതലേ അദ്ദേഹം ഇതിൽ അംഗമാണ്, ട്രസ്റ്റിയാണ്. അന്നുണ്ടായിരുന്ന പലരും പിന്നെ പോയി. കെ പി കേശവമേനോൻ, മലയാള മനോരമയുടെ ചീഫ് എഡിറ്ററായിരുന്ന കെ എം മാത്യു, മഹാകവി ജി ശങ്കരക്കുറുപ്പ്, എൻ വി കൃഷ്ണവാര്യർ, കെ എൻ എഴുത്തച്ഛൻ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പലപ്പോഴായിട്ട്. അങ്ങനെ ഉള്ള ആ പഴയ തലമുറകളിൽ ആദ്യത്തെ ആളുകളിൽ പെട്ട ആളായിരുന്നു മഹാകവി വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ ചൈതന്യം എപ്പോഴും ഏത് യോഗത്തിനായാലും അദ്ദേഹം വരും. അദ്ദേഹത്തിൻ്റെ മകൻ നാരായണൻ അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവരും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. അങ്ങനെ ഇവിടെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, എനിക്കത് അദ്ദേഹം ഇവിടെ ഇല്ല എന്നുള്ളത് വല്ലാത്തൊരു മനോവിഷമം ഉണ്ടാക്കുന്നുണ്ട്. വല്ലാത്ത മനോവേദന അദ്ദേഹത്തിൻ്റെ വിഗ്രഹം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. എത്രയോ കാലം മുമ്പ്, എനിക്കൊരു 18 വയസ്സ് പ്രായമുള്ള കാലം മുതലേ, ഇപ്പം അത് തിരിച്ചിട്ട വയസ്സായി, അന്ന് മുതലേ അദ്ദേഹമായിട്ട് വളരെ അടുപ്പമുണ്ട്. അദ്ദേഹം ആകാശവാണിയിൽ ഉണ്ടായിരുന്ന കാലത്ത് എൻ്റെ ചില എന്തെങ്കിലും കവിതയോ ഒക്കെ ആയിട്ട് റെക്കോർഡിങ്ങിന് ഞാൻ പോയിട്ടുണ്ട്. ഞാനൊരു ഹൈസ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു. അന്ന് മുതലേ അദ്ദേഹമായിട്ട് പരിചയമുണ്ട്. കക്കാടും അദ്ദേഹവും തിക്കോടിയനും അങ്ങനെ കുറേ ആളുകൾ. അവരാരും ഇല്ല അപ്പോൾ എന്നുള്ളത് വല്ലാത്തൊരു ഖേദം മനസ്സിലുണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഈ സന്ദർഭത്തിൽ ധന്യാത്മാവായ മഹാവ്യാഖ്യാതത്തിൻ്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ദീർഘമായ ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാനിവിടെ എന്തെങ്കിലും 2 വാക്ക് അധ്യക്ഷൻ എന്നുള്ള നിലയിൽ പറയാൻ മാത്രമേ എനിക്ക് കഴിയൂ. ഒരു കടമയാണ് എന്നുള്ള രീതിയിൽ. അക്കിത്തം സ്നേഹസമ്പന്നനായ ഒരാളായിരുന്നു എന്നതിന് സംശയമില്ല. അതുകൊണ്ട് എല്ലാവർക്കും അക്കിത്തനെ പരിധിയുള്ളവർക്കൊക്കെ അറിയാം. കടവല്ലൂർ അന്യോന്യം നടത്തുമ്പോൾ നിർബന്ധമായിട്ട് ഞങ്ങൾ 2 പേരും പോകാറുണ്ട്. അവിടെയുള്ള ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനോട് വലിയ, അതിപ്പോൾ ചിലരിവിടെ വന്നിട്ടുണ്ട്, സ്നേഹമുള്ള. അങ്ങനെ എവിടെ ചെന്നാലും, ഈ സാഹിത്യ അക്കാദമി എവിടെയായാലും വളരെ സ്നേഹസമ്പന്നനാണ്. അങ്ങനെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ദർശനം തന്നെ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ളതാണ് കവിതകൾ തെളിയിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം അതാണല്ലോ തെളിയിക്കുന്നത്. ഒരു പ്രവചനശേഷിയുള്ള കാവ്യമാണ് 20-ാം നൂറ്റാണ്ട് ഇതിഹാസം. നമ്മൾ അതനുഭവിച്ചിട്ടുള്ളതാണ്. മാനവികതയുടെ കവി എന്നുള്ള നിലയിലാണ് നാം അദ്ദേഹത്തിനെ കാണേണ്ടത്. അദ്ദേഹം പറയേണ്ടത് നിരുപാധികമാം സ്നേഹം ബലമായി വരും ക്രമാൻ, ഇതാണഴക്, ഇതേ സത്യം, ഇതു ശീലിക്ക ധർമ്മവും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെയും കവിതയുടെയും അന്തസ്സായം. നമുക്ക് അനുഭവപ്പെട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അദ്ദേഹമായിട്ട് പരിചയമുള്ളതുകൊണ്ട് നമുക്കറിയാം. അത് ധർമ്മഭ്രംശത്തിനെതിരെയുള്ള ഒരു മുദ്രാവാക്യം വിളി എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം ധർമ്മഭ്രംശത്തിനെതിരെ ഒരു ധർമ്മരോഷം അതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്.
അദ്ദേഹം കവി യജ്ഞത്തിലെ പശുവിനെ പോലെ ഹോമിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് സ്വാർത്ഥബോധത്തിന് വഴിമാറുന്ന സാമൂഹ്യബോധത്തിനോടുള്ള എതിർപ്പാണ് കാണുന്നത്. സാമൂഹിക അവബോധം, രാഷ്ട്രീയ അവബോധം, അതിനൊന്നും ആരും എതിരല്ല. പക്ഷെ അത് സ്വാർത്ഥബോധത്തിന് വഴിമാറുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ വേദനയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഓരോ മാതിരി ചായം മുക്കിയ കീറത്തുണിയുടെ വേദാന്തം എന്നൊക്കെ പതാകകളെ അധിക്ഷേപിക്കാൻ ഇടയായി. അതിനുള്ള വിരോധം കൊണ്ടല്ല, അത് വഴിപിഴയ്ക്കുന്നുവോ എന്ന ഒരു വിഷമം കൊണ്ടാണ് അദ്ദേഹം അത് എഴുതിയത്. ധർമ്മമാണ് ലക്ഷ്യം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ, മനുഷ്യൻ്റെ ഉദാത്തതയിലാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ആ ഉദാത്തത നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് 20-ാം ഇതിഹാസം തന്നെ മനഃശുദ്ധിയുടെ ഇതിഹാസം എന്ന് വിളിക്കേണ്ടതാണ് തീർച്ചയായിട്ടും. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ ഒഴിക്കവേ എന്നാത്മാവിൽ 1000 സൗരമണ്ഡലം. അത് നമുക്ക് എത്രയോ പ്രസിദ്ധമായിട്ടുള്ള വരികളാണ്. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. അത് ഇന്നും 20-ാം നൂറ്റാണ്ടിലെ വരികളാണെന്ന് കണ്ടു കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഉടനീളം വിശ്വസ്നേഹത്തിൻ്റെ കണ്ണീരും പുഞ്ചിരിയും അതാണ് നമ്മൾ കാണുന്നത് ഈ വരികൾ. അതിൻ്റെ ത്യാഗം വളരെ മഹത്തായിട്ടുള്ള സംഗതിയാണ്. നമുക്ക് എല്ലാവർക്കും ത്യാഗം ചെയ്യുമെന്ന് ആഗ്രഹമുണ്ട്. ആ ത്യാഗത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ട്. അതാണ് ബലിദർശനം. ത്യാഗം എന്ന മൂല്യത്തിൻ്റെ മഹത്വം തന്നെയാണ് ബലിദർശനത്തിൻ്റെ. മഹാബലി ആത്മാവിൻ്റെ ചക്രവർത്തിയായി മാറുന്നു എന്നാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത്. അപ്പോ ദാനം ചെയ്യുന്നതിനെ പറ്റിയിട്ട് എല്ലാം ദാനം ചെയ്തതായിട്ട് ബലി പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ. ദാനം ചെയ്തതായിട്ട് പറയുന്നു. പിന്നെയോ എന്നൊരു ചോദ്യം. പിന്നെയോ ചോദിപ്പിതോ ജിജ്ഞാസാഭരിതൻ നീ പിന്നെയും ദാനം ചെയ്തതെന്റെ സമ്പാദ്യം മാത്രം, അഹങ്കാരം മാത്രം, അതു ഞാൻ ചെയ്തപ്പോൾ കൈവന്നതല്ല നീ സനാതനമാം വീരസ്വർഗം. ബലിദർശനത്തില് ബലിയുടെ വാക്കുകളാണ്. ഈ ആത്മത്യാഗമാണ് മഹാബലിയുടെ ബലം. അത് മനുഷ്യനൊക്കെ മാതൃകയാകേണ്ടതാണ് എന്നാണ് അദ്ദേഹം ആ കവിതയിൽ ആവർത്തിക്കുന്നത്. അപ്പോ ദാനം ചെയ്ത യവസക്തു ഇതിൽ കൂടെ ഒരു കീരി അരിച്ചു പോകുന്നുണ്ട്. ആ കാവ്യത്തിന് അവസാനം അരിച്ചു പോകുന്ന ആ കീരി സ്വർണക്കീരിയാണ്. പിന്നെ സ്വർണക്കീരിയായി മാറുകയാണ്. അതാണ് നമ്മൾ ആ കണ്ടതാണ്. ആ പുരാണ കഥ ഉദ്ധരിച്ചിട്ട് പ്രിയ പത്നിയോട് കവി ചോദിക്കുന്നു, എങ്ങനെ ഭവാൻ സ്വർണവർണ്ണനായി മാറി പെട്ടെന്ന്, എങ്ങനെ വെറും 16കാരനായി തീർന്നു. ഇത് പത്നി അദ്ദേഹത്തോട് ചോദിക്കുന്നതാണ്. എങ്ങനെ ഭവാൻ സ്വർണവർണ്ണനായി മാറി പെട്ടെന്ന്, എങ്ങനെ വെറും 16കാരനായി തീർന്നു എന്ന് പത്നി ചോദിക്കുകയാണ്. ഈ ബലിയുടെ ആ ഇൻഫ്ലുവൻസ് അത്രയധികം അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോഴേ ഈ ഞാൻ എന്ന് പറയുന്നതിനെ പറ്റി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നത് ഉണ്ട് എന്നൊരു തോന്നൽ മാത്രമാണ്. ഞാനുണ്ട് എന്നൊരു തോന്നൽ മാത്രമാണ്. ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരമല്ല. ഞാൻ എന്ന് പറയുമ്പോൾ ശരീരമല്ല, എൻ്റെ ശരീരം, എൻ്റെ തല, കാല് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം ഞാൻ വേറെ എന്തോ ആണ്. ഞാൻ എന്ന് പറയുന്നത് എന്താണ്? ഞാനുണ്ട് എന്നുള്ളൊരു തോന്നൽ മാത്രമാണ്.
ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഇത് ആത്മാവ്, അതാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ആകാശത്ത് കസലയിട്ട് എന്നിട്ട് ഒരാൾ ഭരിക്കുക എന്നുള്ള സങ്കല്പമൊന്നുമില്ല. നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അതാണ് ഈശാവാസ്യം മുതലായ ഉപനിഷത്തുകളുടെയും ഉള്ളടക്കം. ഭാരതീയ സംസ്കാരത്തിൻ്റെ തന്നെ പാരമ്പര്യത്തിലുള്ള ഒരു ദർശനമാണ് ഞാൻ എന്ന ആത്മാവ് ഉണ്ടല്ലോ. അതാണ് ഈ രൂപമില്ല, അരൂപിയാണ്, പ്രപഞ്ചവ്യാപിയാണ്. നമ്മളിൽ ഓരോരുത്തരിലും ഉള്ളത് നമ്മളിൽ മാത്രമല്ല, ഈ അദൃശ്യമായ അണുക്കളിലും അദൃശ്യമായ അണുക്കൾ, ദൃശ്യമായ പ്രകൃതിയിൽ എല്ലാത്തിലുമുള്ള ചൈതന്യം, യൂണിവേഴ്സൽ എനർജി എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മനസ്സിലാവുമെങ്കിൽ അതായിരിക്കും നല്ലത്. യൂണിവേഴ്സൽ എനർജി, ആ യൂണിവേഴ്സൽ എനർജിയാണ് നമ്മൾ, അതാണ് ഇതിൻ്റെ മുഴുവൻ ബലം എന്ന അർത്ഥത്തിലാണ് ഈശ്വരൻ എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നത്. ഈശ്വർ, ടു ഗവേൺ എന്നാണല്ലോ അർത്ഥം. ആ യൂണിവേഴ്സൽ എനർജി ഈസ് ദി ഗവേണിംഗ് പവർ, ഇന്നർ പവർ എന്നുള്ള അർത്ഥത്തിൽ. അതാണ് അത് കർമ്മം കൊണ്ട് ബോധ്യപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ മഹാബലി ചെയ്തത്. കർമ്മം കൊണ്ടത് ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ് മഹാബലിയുടെ. നമ്മൾ ധർമ്മബോധത്തിൽ തന്നെ ഉള്ള വേറൊരു കവിതയാണ് ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം എന്നുള്ളത്. ലോകം തന്നെ ഇടിഞ്ഞു പൊളിയാണ്. അമ്പലങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞത് കേട്ടിട്ടുണ്ട് നമ്മൾ. അമ്പലങ്ങൾ ഇടിഞ്ഞു പൊളിയുന്നതുമാതിരി ലോകം തന്നെ ഇടിഞ്ഞു പൊളിയാണ്. തത്വങ്ങൾ നഷ്ടപ്പെടുകയാണ്, കെട്ടുറപ്പില്ലാതാവുകയാണ്. മനുഷ്യന്റെ ജീവിതം മഹത്വ ദർശനം വെടിഞ്ഞിട്ട് പൊട്ടിത്തകരുകയാണ് പലപ്പോഴും ചെയ്യുന്നത് സമൂഹം. ധർമ്മബോധത്തിൽ നിന്ന് ഉറന്ന ഒരു കവിതയാണ് ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം എന്ന കവിത. ഈ സത്യധർമ്മങ്ങളുടെ പൂക്കൾ, സത്യവും ധർമ്മവും, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പദാർത്ഥത്തോട് ഉപമിക്കുകയാണെങ്കിൽ പൂക്കളോട് ഉപമിക്കാം. പൂക്കൾ, ആ ചെടിയിൽ നിന്ന് സത്യധർമ്മങ്ങളുടെ പൂക്കൾ ഇറുക്കപ്പെടുന്നത് കാണുമ്പോൾ വിഷമുണ്ട് നമുക്ക്. ലോകത്തിൻ്റെ ഘടനയിൽ, സമൂഹത്തിൻ്റെ ഘടനയിൽ നിന്ന് സത്യധർമ്മങ്ങളുടെ പൂക്കൾ ഇറുത്തെടുക്കപ്പെടുമ്പോൾ വലിയ വേദന ഉണ്ടാകും തീർച്ചയായിട്ടും. കാരണം ആ പൂക്കളിൽ, സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പൂക്കളിൽ ആനന്ദം തേനായി ഊടിയിരിക്കുന്നു. ആനന്ദം. അതുകൊണ്ടാണ് അത് പറയുന്നത്, ഉള്ളിലെ മധുരാനന്ദം മുഴുവനും ഊറിയിരിപ്പുണ്ടതിനുള്ളിൽ, നിത്യനിരാമയ ലാവണ്യോജ്വല സത്യമിരിപ്പുണ്ടതിനുള്ളിൽ. നിത്യനിരാമയ ലാവണ്യോജ്വല സത്യമിരിപ്പുണ്ടതിനുള്ളിൽ. അതുകൊണ്ട് ധർമ്മബോധം എന്ന് പറയുന്ന സാധനം, സത്യബോധം, ധർമ്മബോധം വൈദിക വേദകാലം വരെയുള്ള തന്നെയാണ്. ഇപ്പോഴും അത് തന്നെയാണ് ആദർശം. അതിനൊരു വീഴ്ചയും വന്നിട്ടില്ല. അത് സത്യബോധത്തെ, ധർമ്മബോധത്തെ മനുഷ്യൻ പലപ്പോഴും പല കാരണങ്ങളാൽ നശിപ്പിക്കുന്നു. അത് വലിയൊരു വേദനയാണ്. അതൊക്കെ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചോദിക്കുകയാണ്, നിന്നെ കൊന്നവർ കൊന്നു പൂവേ തന്നുടെ മോക്ഷത്തെ. ഈ പൂവ് എടുത്തെടുക്കുന്നവരുണ്ടല്ലോ. നിന്നെ കൊന്നവർ കൊന്നു പൂവേ തന്നുടെ മോക്ഷത്തെ. ഇതിങ്ങനെ വലിയൊരു കവിതയുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ അതിലെ ഒരു സുഹൃത്ത് നടന്നു പോകുന്നുണ്ട് ആ കവിതയിൽ. ആ സുഹൃത്ത് ചോദിക്കുക, എന്താണ് പറയുന്നത്, എന്താ അങ്ങനെ ഇരിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ കവിത വായിച്ചവർക്ക് ഓർമ്മയുണ്ടോ എന്താ അവിടെ ഇങ്ങനെ ഇരിക്കണമെന്ന്. അപ്പം അദ്ദേഹം പറയാണ്, ഇല്ല വിശേഷം ചിത്തഭ്രമാണീയുടെ നമ്മൾ കൽപ്പാൽപ്പം. കുറേശ്ശെ ചിത്തഭ്രമാണ് നമുക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മാതിരി സത്യത്തെക്കുറിച്ചോ ധർമ്മത്തെക്കുറിച്ചോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന പൊതുജനം പലപ്പോഴും ആൾക്ക് എൻ്റെ തലയ്ക്ക് സൂര്യം തോന്നും. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുള്ളതാണ് ഈ ലോകം. ഇത്ര അർത്ഥവത്തായിട്ടുള്ള രചനയാണ് നോക്കുക.
അക്കിത്തം ആത്മകഥ എഴുതിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ സത്തയുള്ള പല കവിതകളുമുണ്ട്. ഒരു കവിതയല്ല, പല കവിതകളുമുണ്ട്. അതിലൊന്ന് ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് പണ്ടത്തെ മേശാന്തി തന്നെയാണ്. പണ്ടത്തെ മേശാന്തി തൃശ്ശൂർ ആകാശവാണിയിൽ ജോലികൾ അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. തൃശ്ശൂർ ആകാശവാണിയിൽ ജോലികൾ കാലത്ത് അല്ല കോഴിക്കോട് ആകാശവാണിയിൽ ജോലിയുള്ള കാലത്ത് എഴുതിയതാണ്. അന്ന് കുറേ ആളുകൾ റേഡിയോ സ്റ്റേഷൻ കാണാൻ വരും. അന്ന് ടി വി ഒന്നുമില്ല, അതൊന്നും കാണാൻ പോകില്ല. ദൂരദർശനില്ല, റേഡിയോ സ്റ്റേഷൻ കാണാൻ പോകും. അവിടെ റേഡിയോ സ്റ്റേഷൻ്റെ ഉള്ളിൽ അക്കിത്തം പ്രസിദ്ധനായിട്ടുള്ളൊരു കവി അവിടെ ഉണ്ട്, ആളുകൾക്കറിയാം. അപ്പോൾ അവർ ചെന്നിട്ട് അക്കിത്താണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്നുള്ള നിലയിൽ അവിടുത്തെ റേഡിയോ സ്റ്റേഷൻ അതിൻ്റെ ഡയറക്ടർ അതൊന്നും ആളുകൾക്ക് അത്രയും പേരില്ല. അക്കിത്തുണ്ടല്ലോ അവിടെ, ശരി, അക്കിത്തത്തിൻ്റെ അടുത്തേക്ക് ചെയ്യും. എന്നിട്ട് അത് കാണണം, ഇത് കാണണം, മറ്റു വേണം, മറിച്ച് വേണം എന്നൊക്കെ ആവശ്യപ്പെടും. അപ്പോൾ അവിടുത്തെ ജീവൻ അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അക്കിത്തം പറഞ്ഞിട്ടുണ്ട്. ആ കവിതയിലും അതന്നെ. അപ്പോൾ അവർ തെറ്റിദ്ധരിക്കുകയാണ്, മേലധികാരി ഇദ്ദേഹമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ അദ്ദേഹം അവിടെ ജോലിക്കാരനാണ്. ഡയറക്ടറും മറ്റാളുകളൊക്കെ വേറെയുണ്ട്, അവിടെ ശമ്പളം വാങ്ങുന്ന ഒരു ജോലിക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അത് വെച്ചിട്ടാണ് ഈ പണ്ടത്തെ മേശാന്തിയിൽ ഉപ്പുകല്ലിനായി ഉരിയരി ചോറിനായി ഈ പട്ടണത്തിൽ തൊഴിലാളിയായ ഞാൻ നേരറ്റ നായ്പല്ലിടുക്കിലരയുന്ന നെയ്യലുവത്തുണ്ടുപോലും വീട്ടിലും എന്ന ആ കവിത ഓർമ്മയുണ്ടല്ലോ. പക്ഷെ അപ്പോൾ ആളുകൾ പലപ്പോഴും ഇദ്ദേഹമാണെന്ന് പറയുമ്പോൾ ഉള്ള ആ ഒരു അനുഭവമാണ് പണ്ടത്തെ മേശാന്തിയാണ് അതിൻ്റെ ഉടമസ്ഥൻ എന്നുള്ള നിലയിൽ ആനപ്പുറത്ത് എന്നെയും ആനപ്പുറത്ത് കയറ്റണം, എന്നെയും ആനപ്പുറത്ത് കയറ്റണം എന്നൊക്കെ കുട്ടികൾ വന്ന് ആവശ്യപ്പെടുന്നത്. എന്നെയും ആനപ്പുറത്ത് കയറ്റണം, എന്നെയും എന്നുള്ള വരികൾ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ പറയുന്ന എൻ്റെ അല്ലി കൊമ്പനാനകൾ, എൻ്റെ അല്ലി കൊമ്പനാനകൾ, എൻ്റെ അല്ലി മഹാക്ഷേത്രവും മക്കളെ ഗർഭഗൃഹത്തിലുണ്ട് ആശ്രിത വാത്സല്യ നിർഭരനായ ഒരാൾ എൻ്റെയായി അദ്ദേഹം മാത്രമല്ലോ എൻ്റെയായിട്ട്. അത് പറയുന്ന വരികൾ വളരെ പ്രസിദ്ധമാണ്. അപ്പൊ ഇങ്ങനെ ആ കവിതയില് ഈ മേശാന്തി വാസ്തവത്തിൽ റേഡിയോ സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന അക്കിത്താണ്, ആത്മകഥയാണ് ശരിക്കും. അപ്പൊ അദ്ദേഹത്തിൻ്റെ പൊതുവെ പറഞ്ഞാല് ഇതം ന മമ എന്നുള്ള ഒരു പ്രസിദ്ധമായ വേദിക ഒരു ഇതുണ്ട്. ഇതം ന മമ, ഇത് എൻ്റെ അല്ല എന്നുള്ളത്. ആ ഇതം ന മമ എന്നുള്ളതാണ് അക്കിത്വത്തിൻ്റെ ജീവിത ദർശനമെന്ന് ഞാൻ സമാഹരിക്കട്ടെ.